നമസ്കാരം. അമേരിക്കയെ മഹത്തരമാക്കുമെന്ന വാഗ്ദാനവുമായി അധികാരത്തിലേറിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശനമായ കുടിയേറ്റ നയങ്ങളാണ് പിന്തുടരുന്നത്. കഴിഞ്ഞ ആഴ്ച 19 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം മരവിപ്പിച്ചതിന് പിന്നാലെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് ട്രംപ്. വിദേശ വിനോദസഞ്ചാരികൾക്ക് US-ൽ പ്രവേശിക്കുന്നതിന് കഴിഞ്ഞ 5 വർഷത്തെ അവരുടെ സോഷ്യൽ മീഡിയ ചരിത്രം കൈമാറാൻ നിർബന്ധിതരാക്കുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വരുത്താൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം. രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരെ കർശനമായി പരിശോധിക്കുന്നതിനുള്ള ട്രംപിന്റെ ഏറ്റവും പുതിയ ശ്രമമാണ്. അമേരിക്കയിൽ പ്രവേശിക്കുന്ന വിദേശ സഞ്ചാരികളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വരെ പരിശോധിക്കുമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ലോക ജനാധിപത്യ സംസ്കാരത്തിനെയും സ്വകാര്യതയുടെ അടിസ്ഥാന മൂല്യങ്ങളെയും നേരിട്ട് വെല്ലുവിളിക്കുന്നതാണ്. സ്വാതന്ത്ര്യത്തിന്റെയും വ്യക്തിപരമായ അവകാശങ്ങളുടെയും പേരിൽ അഭിമാനം കൊള്ളുന്ന രാജ്യമാണ് US. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള നീക്കങ്ങൾ ആ ചരിത്രപരമായ മൗലികതകൾ തകർത്ത് ഭീതിയുടെയും സംശയങ്ങളുടെയും ഭരണത്തിലേക്കാണ് രാജ്യം വഴുതി നീങ്ങിയത് എന്ന് തെളിയിക്കുന്നതാണ്. ട്രംപിന്റെ ഭരണത്തിൽ സുരക്ഷ എന്ന പേരിൽ മനുഷ്യാവകാശം തകർക്കുന്ന തീരുമാനങ്ങൾ സാധാരണയായിരുന്നു. മുസ്ലിം രാജ്യങ്ങളിലെ പൗരന്മാർക്കുള്ള ട്രാവൽ ബാൻ, കുടിയേറ്റക്കാരുടെ കുടുംബങ്ങളെ വേർതിരിച്ചു വെച്ചുകൊണ്ടുള്ള ക്രൂരമായ സീറോ ടോളറൻസ് നയം, ഇവയെല്ലാം തന്നെ വ്യക്തിയുടെ മാനവും സ്വാതന്ത്ര്യവും തകർക്കണമെന്ന് കരുതുന്ന ഭരണരീതിയുടെ പ്രതിഫലനങ്ങളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരെ പരിശോധിക്കുമെന്ന നിലപാടും അതേ ക്രൂര ഭരണ തത്വത്തിന്റെ തുടർച്ചയാണ് എന്ന് പറയേണ്ടി വരും. കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ചൊവ്വാഴ്ച ഫെഡറൽ രജിസ്റ്ററിൽ ഈ നിർബന്ധിത അറിയിപ്പ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. വിസ ഒഴിവാക്കൽ പരിപാടിയിൽ ഉൾപ്പെട്ട UK, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ US-ലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഡാറ്റ ആവശ്യമായി വരും. ഈ നിയമപ്രകാരം കഴിഞ്ഞ 5 വർഷത്തെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ വിവരങ്ങൾ, ഇമെയിൽ വിലാസങ്ങൾ, ഫോൺ നമ്പറുകൾ, കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയും പ്രവേശനത്തിനായി ആവശ്യപ്പെടും. വിസ, ഗ്രീൻ കാർഡ് അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അമേരിക്കൻ വിരുദ്ധത ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇമിഗ്രേഷൻ സേവനങ്ങൾ തുടങ്ങുമെന്ന് ട്രംപ് ഭരണകൂടം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നല്ല സ്വഭാവം വിലയിരുത്തുന്നതിനോടൊപ്പം അമേരിക്കൻ വിരുദ്ധമായതോ ഭീകരവാദപരമോ ജൂതവിരുദ്ധമോ ആയ കാഴ്ചപ്പാടുകൾ അപേക്ഷകർ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. അമേരിക്കൻ വിരുദ്ധത എന്താണ് എന്ന് എന്നാൽ വ്യക്തമായി നിർവചിക്കാതെ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പക്ഷാപാതം തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഇടയാക്കുമെന്നാണ് വിമർശകരുടെ ആശങ്ക. ഇതിനിടെ ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ച 19 രാജ്യങ്ങളിൽ നിന്നുള്ള മുഴുവൻ ഇമിഗ്രേഷൻ അപേക്ഷകളും മരവിപ്പിക്കുകയും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള നിയമപരമായ സ്ഥിരതാമസക്കാർക്കുള്ള പൗരത്വദാന ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഭീഷണികളും പൊതുസുരക്ഷാ ആശങ്കകളും ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. ഒരു സഞ്ചാരി അമേരിക്കയിൽ വരുന്നത് വിനോദത്തിനോ പഠനത്തിനോ ബിസിനസിനോ ബന്ധുക്കളെ കാണാനോ ഒക്കെയാകാം. എന്നാൽ അതിന്റെ മുൻകൂട്ടി അവരോട് അവരുടെ ഓൺലൈൻ ലോകം മുഴുവനും തുറന്നു കാട്ടാൻ ആവശ്യപ്പെടുന്നത് വ്യക്തിയുടെ മാനസിക സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും നിഷ്ഠൂരമായി ലംഘിക്കുന്ന ഇടപെടലാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വ്യക്തിപരമായ ചാറ്റുകൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ ഇവയൊക്കെ ഒരാളുടെ വ്യക്തി ജീവിതത്തിന്റെ സ്വാഭാവിക വികാസമാണ്. ഈ മേഖലയിൽ സർക്കാർ ഇടപെടൽ ഇങ്ങനെ അനാവശ്യമായി ഉയരുന്നത് ഒരു ഏകാധിപത്യ സ്വഭാവം വളർത്തുകയാണ്. ഈ സോഷ്യൽ മീഡിയ നിരീക്ഷണ നയം സുരക്ഷ ഉറപ്പാക്കുമെന്ന അവകാശവാദം വെറും ഭ്രമം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇത് വിദേശികളോട് പരിഹാസകരമായ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തുകയാണ്. ഭീകരവാദം തടയാൻ ആവശ്യമായ പ്രായോഗിക മാർഗങ്ങൾ നൂതന സാങ്കേതിക വിദ്യകളും അന്തർദേശീയ സഹകരണവും ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം ജനങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ കടന്നുകയറാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം ക്രൂരതയാണ്. ട്രംപ് ഭരണകൂടം എടുത്ത ഈ തീരുമാനം അമേരിക്കയുടെ പേരിൽ തന്നെ ഒരു കറയായി മാറും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന അഭിമാനം പറയുന്ന രാജ്യത്തിന് വ്യക്തികളുടെ ഓൺലൈൻ സ്വാതന്ത്ര്യത്തെ പരിശോധിക്കുന്നത് പോലുള്ള തീരുമാനങ്ങൾ ശോഭിക്കുന്നതല്ല. സുരക്ഷയുടെ പേരിൽ ഒരാളുടെ വ്യക്തിത്വത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അന്വേഷിച്ച് അവരെ ഭയപ്പെടുത്തുകയാണെങ്കിൽ ആ ഭരണകൂടം ജനാധിപത്യത്തിന്റെ ആത്മാവിനെ തന്നെ വിഴുങ്ങുകയാണ് എന്ന് പറയേണ്ടി വരും. കാലം കഴിഞ്ഞാലും ട്രംപ് ഈ കാണിക്കുന്ന അനീതിക്ക് ഒരു പക്ഷേ മറുപടിയും പറയേണ്ടി വരും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച